السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله فما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. صدق الله العلي العظيم. സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഭവനത്തിൽ ഈ ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടെ നാം ഇരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു തആല വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ശിഷ്ടകാല ജീവിതം അവന്റെ ത്വാഅത്തിലായി ഭക്തിയിലായി ജീവിക്കാൻ, അവസാനം കലിമ ഉച്ചരിച്ച് മരിക്കാനുമുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കെല്ലാം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ഖുർആനിലെ വളരെ ചിന്തോദീപമായ ഒരായത്താണ് ഞാൻ ഓതി വെച്ചിരിക്കുന്നത്. സൂറത്ത് ഹദീദിന്റെ 16-ാമത്തെ ആയത്താണ് ഞാൻ ഇവിടെ ഓതി വെച്ചത്. ഏത് മാറ്റങ്ങൾക്കിടയിലും, ഏത് സന്തോഷ സന്താപ സങ്കടഘട്ടങ്ങൾക്ക് മുന്നിലും, ഏത് പ്രതിസന്ധികളുടെയും ആഘോഷങ്ങളുടെയും മുന്നിലും അള്ളാഹുവിനെ ഓർക്കാനും സ്മരിക്കാനും അവനെ കുറിച്ചുള്ള വിചാരങ്ങൾ ഉണ്ടാവണമെന്നും ഈ ആയത്തിൽ നമ്മെ തെര്യപ്പെടുത്തി തിരികെയാണ്. പ്രത്യേകിച്ച് പുതിയ ഒരു വർഷത്തിലേക്ക്, അതിൻ്റെ ഒരു ആഘോഷത്തിലേക്ക് കടക്കുന്നവരാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതുവർഷം എന്നുള്ള നിലക്ക് ഒരു ആഘോഷത്തിന്റെ സമയമൊന്നുമല്ലെങ്കിൽ പോലും ഏത് സമയവും, ഏത് ഘട്ടവും, ഏത് കാലവും ഒരു വിശ്വാസി അവന്റെ കഴിഞ്ഞുപോയ കാലങ്ങളെ കുറിച്ച് അത്തരം ചിന്തകളുടെയും അത്തരം ഓർമ്മകളെയും അവന്റെ കഴിഞ്ഞുപോയ കാലങ്ങളെ അയവറക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യത എന്നോണം അത്തരം ചില ഓർമ്മകളിലേക്ക്, കഴിഞ്ഞുപോയ ഒരു വർഷത്തിൽ എന്ത് നേടി എന്ന ചിന്തയിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ ഒരു പുനർവിചിന്തനം നടത്താൻ പറ്റിയ ഘട്ടത്തിലാണ് നമ്മളുള്ളത് എന്ന് ഞാൻ പറയാം. മുമ്പ് കഴിഞ്ഞുപോയ കാലത്തെ അപേക്ഷിച്ച്, കഴിഞ്ഞ വർഷത്തിൽ അപേക്ഷിച്ച് വരാൻ പോകുന്ന വർഷം മുമ്പുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു നാളെ ഉണ്ടാവുമെന്ന ഒരു പ്രതീക്ഷയൊന്നും നമുക്കില്ല, ഒരാൾക്കുമില്ല. കഴിഞ്ഞുപോയ കാലങ്ങളെല്ലാം എടുത്താൽ മുൻഗാമികളായ മഹത്തുക്കളുടെ കാലത്തിൽ നിന്ന് ഇങ്ങോട്ട് എല്ലാം ഓരോ കാലത്തിനനുസരിച്ച് അത്രമേൽ മോശമായ കാലഘട്ടത്തിലേക്ക് നമ്മൾ അങ്ങനെ കടന്നു പോവുകയായിരുന്നു. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു, മാ മിൻ ആമിൻ ഇല്ലല്ലദീ ബഅദഹു ശർറുൻ മിൻഹു ഹത്താ യൽഖൂ റബ്ബഹു. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ, ഹത്താ തൽഖൂ റബ്ബഹു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് അവസാന കാലം വരെ. മുമ്പുള്ള ഒരു വർഷത്തെ അപേക്ഷിച്ച് പുതിയ വർഷം അതിനേക്കാൾ ശർറ് നിറഞ്ഞതായിരിക്കും എന്ന് മഹാരഥന്മാർ നമ്മെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സമയവും കാലവും ഇങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും എല്ലാ അധാർമികതയും, എല്ലാ നിലക്കുള്ള അരാജകത്വങ്ങളുടെയും മുന്നിൽ ഈ സമുദായത്തിന്റെ മക്കളാണ് ആഘോഷിക്കാൻ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത്, ആഘോഷിക്കാൻ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവരായി, ആരുടെയോ ചില അജണ്ടകളുടെ പിന്നിൽ പോകുന്ന സംസ്കാര ശൂന്യരായി നമ്മൾ മാറുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല, പറയാതെ പറയേണ്ടി വരികയാണ്. പിന്നെ എന്തുകൊണ്ട് ഈ അദാബുകൾ, ഈ ശിക്ഷാ നടപടികൾ അല്ലാഹു കൈക്കൊള്ളുന്നില്ല എന്ന് ചോദിച്ചാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഅൂദ. അല്ലാഹുവിന്റെ അടുക്കൽ ഈ ദുനിയാവ് ഒരു കൊതുകിന്റെ, ഒരു ഈച്ചയുടെ, അതിന്റെ ഒരു ചിറകിനോളമെങ്കിലും വലിപ്പമുണ്ടായിരുന്നെങ്കിൽ വമാ സഖാ കാഫിറൻ മിൻഹാ ശർബത മാ, അത്രയെങ്കിലും വലിപ്പമുണ്ടായിരുന്നെങ്കിൽ അല്ലാഹു അവനൊരു കാഫിറിനെ ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ നിന്ന് കുടിപ്പിക്കുകയില്ലായിരുന്നു എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. കഴിഞ്ഞു പോകുന്ന കാലത്തെ കുറിച്ചുള്ള ഒരു ആത്മപരിശോധനയും വരാൻ പോകുന്ന സമയങ്ങൾ നഷ്ടപ്പെടുത്താതെ നോക്കുകയും ചെയ്യേണ്ടത് വിശ്വാസികളുടെ മേൽ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞത്, ഏറ്റവും കൂടുതൽ സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളതും കാലത്തെ കുറിച്ചാണ്, സമയത്തെ കുറിച്ചാണ്.
വൽ ഫജ്ർ, പ്രഭാത സമയം തന്നെ സത്യം, ഉശസ്സ് ഉയരുന്ന സമയം തന്നെ സത്യം, വലയാലിൻ അശ്ർ വശംസി വദുഹാഹാ വൽ അസ്ർ. ഇങ്ങനെ കാലത്തെ സമയത്തെ എടുത്തുകൊണ്ടാണ് അല്ലാഹു ധാരാളമായി പറഞ്ഞിട്ടുള്ളത്. രാത്രി വല്ലൈലി ഇദാ യസ്ർ, രാത്രിയെ തന്നെ സത്യം, രാത്രി അങ്ങനെ ഇരുളാർന്ന അതിന്റെ നേരത്തെ തന്നെ സത്യം, ഇങ്ങനെ സത്യം ചെയ്തു പറഞ്ഞു. സൂറത്തുൽ അസ്ർ മാത്രം നിങ്ങൾ എടുത്ത് പരിശോധിക്കൂ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മൂന്ന് കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. ടൈം, ഒന്ന് കാലം, സമയം, പിന്നെ ഇൻസാൻ മനുഷ്യൻ, പിന്നെ ഖുസ്ർ പരാജയം. അപ്പൊ സമയം, ടൈം, മാൻ, ലോസ്. സമയം വേണ്ട വിധം ഉപയോഗിച്ച ഒരു മനുഷ്യൻ അവൻ വിജയം, അത് ഉപയോഗിക്കാത്തവനോ അവന് നാശം, അവന് നഷ്ടം. ടൈം ആൻഡ് ടൈം വെയിറ്റ് ഫോർ നോ മാൻ എന്നാണ്. സമയവും കാലവും തിരമാലയും ഒരാൾക്കും വേണ്ടി കാത്തിരിക്കാതെ അങ്ങനെ തീർന്നു പോകുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സമയം ഇങ്ങനെ നമ്മളിൽ നിന്ന് ഇങ്ങനെ കഴിഞ്ഞു പോവാൻ. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചിന്ത പോകേണ്ടത് എങ്ങോട്ടാണ്? മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഇർതഹലത്തി ദുനിയാ മുദ്ബിറതൻ വർതഹലത്തിൽ ആഖിറതു മുഖബിലാ. ഇർതഹലത്തി ദുനിയാ, ഇർതഹലത്തി ദുനിയാ, ദുനിയാവ് ഇർതഹലത്തി ദുനിയാ മുദ്ബിറതൻ. ദുനിയാവ് അങ്ങനെ കഴിഞ്ഞു പോകുന്നതാണ്. നമ്മളിപ്പോ ഈ നിൽക്കുന്ന സമയം നമുക്കുള്ളൂ. ഈ സമയം, ഇതിന്റെ മുമ്പുള്ളതെല്ലാം കഴിഞ്ഞു പോയി. ഇനിയോ വരാൻ പോകുന്നത് ഒരു ആഘോഷത്തിനപ്പുറം ആലോചനയുടെ സമയമാണ്. പുതുവർഷം എന്ന് പറയുമ്പോൾ അത് ആഘോഷത്തിനപ്പുറം ചില ആലോചനയുടെ സമയമാണ്. ആഖിറത്തിലേക്ക് നാം അങ്ങനെ മുന്നിട്ട് വരുന്ന ഒരു സമയം. അങ്ങനെ എന്തെങ്കിലും ആഘോഷിക്കാൻ വേണ്ടി കിട്ടാൻ കാത്തിരിക്കുന്ന നമ്മൾ പലപ്പോഴും മനുഷ്യർ അവരുടെ എല്ലാത്തിനും വയസ്സാക്കുമ്പോഴും അവരുടെ ഈമാനിന് വയസ്സാവാതെ പോകുന്നു. ഈമാനിന് വയസ്സാവാൻ അതെങ്ങനെയാണ്? ഒരാളുടെ വയസ്സ് കൂടുന്നതിനനുസരിച്ച് അയാളുടെ ഈമാൻ അങ്ങനെ കൂടണം. കാരണം വർത്തഹലത്തിൽ ആഖിറതു മുഖബില, അവൻ ആഖിറത്തിലേക്ക് അങ്ങനെ അടുത്തടുത്ത് വരികയാണ്. ആഖിറത്തിലേക്ക് അവൻ അടുത്തടുത്ത് വരുമ്പോൾ സ്വാഭാവികമായും അവന്റെ ഈമാൻ കൂടണം. പക്ഷെ പലപ്പോഴും രണ്ട് കാര്യങ്ങളിൽ ഒരു മനുഷ്യന് വയസ്സാകുമ്പോഴും വയസ്സാകുന്നില്ല. രണ്ട് കാര്യങ്ങൾ. ഒന്നാമത് യർഹമു ഇബ്നു ആദം വയശുബ്ബു മിൻഹു ഇത്നതാൻ. എല്ലാത്തിനും വയസ്സാകുമ്പോൾ ഒരു മനുഷ്യന്റെ രണ്ട് കാര്യങ്ങൾക്ക് വയസ്സാകുന്നില്ല. ഒന്നാമത് മഹാന്മാർ ഹബീബായി തങ്ങൾ പഠിപ്പിക്കുന്നു, അൽ ഹിർസു അലൽ മാൽ, സമ്പത്തിനോടുള്ള അത്യാഗ്രഹം. വയസ്സാകുമ്പോൾ ഇനി പോകണം എന്ന ചിന്തക്കപ്പുറം സമ്പത്തിനോടുള്ള ആർത്തിക്ക് യാതൊരു കുറവും മനുഷ്യന് വരാതെ പോകുന്നു. വയസ്സാകുമ്പോഴും അവന്റെ അത്യാഗ്രഹത്തിന് വയസ്സാവാതെ പോകും. പിന്നീട് അവന്റെ വയസ്സിനെ കുറിച്ച് അവന് ഇനിയും ആയുസ് കുറെ ഉണ്ട് എന്ന് അവൻ അങ്ങനെ ചിന്തിക്കുന്നു. പ്രായം ഇനിയും കുറെ കാലമുണ്ട് എന്ന് അവൻ ആഗ്രഹിക്കുന്നു. അവന്റെ പ്രതീക്ഷകൾ അസ്തമിക്കാതെ അങ്ങനെ നിൽക്കും. ഇത് രണ്ടിനും അവന് വയസ്സാകുന്നില്ല എന്നാണ്. എന്തും ആഘോഷിക്കാൻ ചിലപ്പോ നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ വയസ്സന്മാർ എന്ന് നമ്മൾ ചിലപ്പോൾ പറയുന്നവർ തന്നെ ഏത് ആഘോഷത്തിന്റെയും മുമ്പിൽ കാണുന്നു. ഏതാഘോഷത്തിന്റെയും ഒരു നിലക്കുള്ള ഈമാനികമായ ഒരു ബലം അവർക്ക് ഇല്ലാതെ പോകുന്ന കാഴ്ചകൾ ദിനേന നമ്മൾ കാണേണ്ടി വരികയാണ്. എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവും? നമ്മളെ സംസ്കാരം തന്നെ ചിലരുടെ അജണ്ടകളുടെ പിന്നിൽ നമ്മൾ വെച്ചു പോകുകയാണ്. നമുക്കൊരു സംസ്കാരം, ഒരു ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഇല്ല ഓരോരുത്തർക്കും. നിങ്ങൾക്കും എനിക്കും അവനൊരു കൾച്ചറൽ ഐഡന്റിറ്റി ഇല്ല, അവനൊരു റിലീജിയസ് ഐഡന്റിറ്റി ഇല്ല, മതപരമായ അവന്റെ ഒരു സ്വത്വബോധം, മതപരമായ അതിനോട് ചേർന്ന് നിൽക്കുന്ന അവന്റെ ഒരു കൾച്ചറൽ, അവന്റെ ഒരു സംസ്കാരം അതില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതാരുടെ കീഴിലൊക്കെയോ നമ്മൾ പണയം വെക്കുന്ന ഒരു അവസ്ഥ വരികയാണ്. ആഘോഷങ്ങൾ ചിലപ്പോഴൊക്കെ അതിരുവിട്ടു പോകുന്ന കഥകൾ നമ്മൾ വായിക്കുകയാണ്. എല്ലാ നിശാ ക്ലബുകളുടെയും എല്ലാ കൂത്താട്ടങ്ങളുടെയും ആഭാസങ്ങളുടെയും പട്ടിക എടുത്താൽ ഈ സമുദായത്തിലെ ഏറ്റവും വലിയ മുസ്ലിയാക്കന്മാരുടെ ആദ്യാക്കന്മാരുടെ മക്കളുടെ പേരുകൾ വായിക്കേണ്ടി വരുന്ന ഗതികേട് വരുന്നു. ആരാണ് നമ്മൾ മാതൃകയാക്കേണ്ട ഒരു സമൂഹം? നമ്മളെ മാതൃകയാക്കേണ്ട ഒരു സമൂഹമുണ്ട്. നമ്മൾ മാതൃകയാവേണ്ടവരാണ്.
എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഹബീബായ തങ്ങൾ പറയുന്നു, ഇദാ അമിലത് ഉമ്മത്തി ഖംസൻ ഫഅലൈഹിം ഉദ്ദിമാ. എന്റെ ഉമ്മത്ത് 5 കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് വലിയ അപകടം വരും സഹാബ. 5 കാര്യങ്ങൾ ഇപ്പൊ വന്നോ എന്നൊക്കെ ചോദിച്ചാൽ അതെല്ലാം എന്നോ വന്നു പോയി, അതെല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമായി. എന്നിട്ട് നബി തങ്ങൾ എണ്ണി പറഞ്ഞു, ഇദാ ലഹറ ഫീഹിം തലാഉൻ വശരിബുൽ ഖംർ. കള്ളുകുടിയന്മാരും എല്ലാവിധ അധാർമികതയും അവരുടെ ഇടയിൽ അങ്ങനെ ദ്വാഹിറാകും. അവർ വരും എന്നല്ല പറഞ്ഞത്, വെളിവാകും. തെറ്റുകളോടുള്ള ഒരു സമീപനമാണ്, തെറ്റുകാരോടുള്ള സമീപനമാണ്. തെറ്റിനെയൊക്കെ സാമാന്യവൽക്കരിച്ച് അതൊന്നും ഒരു തെറ്റല്ല എന്ന് തോന്നുന്ന പോലെയുള്ള ഒരു കാലം. നബി തങ്ങൾ അവസാന കാലത്ത് എന്നുമ്പോൾ സഹാബത്തിന് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു, ഹബീബായ തങ്ങൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സഹാബ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരു കാലത്തെ പറ്റി? ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, ഇദാ ഫസലത് നിസാഉകും വഫസക ശബാബുകും വലം തഅ്മുറൂ ബിൽ മഅറൂഫ് വലം തൻഹൂ അനിൽ മുൻകർ. തെറ്റിനെ തൊട്ട് ഒരു ജനതയെ തടുക്കാൻ ആളുകളില്ലാത്ത ഒരു കാലം, നന്മയിലേക്ക് ആളുകളെ വിളിക്കാൻ ആളുകളില്ലാത്ത ഒരു കാലം, അവരുടെ യുവതികളായ പെണ്ണുങ്ങൾ അഴിഞ്ഞാടുന്ന ഒരു കാലം, അവരുടെ യുവാക്കൾ എല്ലാ അധാർമികതയുടെയും മുകളിൽ നിൽക്കുന്ന ഒരു കാലം വരും. രണ്ടാളുകളെ നബി എടുത്തു പറഞ്ഞു, ഒന്ന് പെണ്ണഴിഞ്ഞാടുന്ന ഒരു കാലം, പിന്നെയോ അവരുടെ യുവാക്കൾ എല്ലാ അധാർമികതയുടെയും മുമ്പിൽ നിൽക്കുന്ന ഒരു കാലം. ഏതാഘോഷങ്ങളുടെയും മുകളിൽ നിൽക്കുന്നവർ നമ്മളാണ്, ഈ സമുദായത്തിലെ കുട്ടികളാണ്. അങ്ങനെ വരുന്ന ഒരു കാലത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എവിടെ ഇത് പറയണം നിങ്ങൾ ഓർക്കണേ. ഏറ്റവും മനോഹരമായ ഒരു ജീവിതവും ഒരു സമൂഹവും വാർത്തെടുത്തിട്ട് അവരുടെ മുമ്പിൽ അനുഗ്രഹങ്ങൾ പറയുന്ന അങ്ങനെ ഒരു കാലം വരുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്ത് ധരിക്കുന്നു? അപ്പൊ സഹാബത്ത് ചോദിച്ചു, അവ എപ്പോഴും ധരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, കാലം അങ്ങനെ കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോ, അക്കാലത്ത് കഴിഞ്ഞു പോയി, നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോ പിന്നെ വരാൻ പോകുന്നത്, കൈഫ ബികും ഇദാ ഉമിർതും ബിൽ മുൻകർ വനുഹീതും അനിൽ മഅറൂഫ്. നന്മയെ തൊട്ട് ആളുകൾ നന്മയിലേക്ക് ആളുകളെ വിരോധിക്കുകയും തിന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്ന കാലം വരും സഹാബ. പിന്നെ വരാൻ പോകുന്നത് തിന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കും, നന്മയെ തൊട്ട് ആളുകളെ തടയും. അങ്ങനത്തെ ഒരു കാലം, അങ്ങനത്തെ ഒക്കെ കാലം നമുക്ക് എന്നോ കഴിഞ്ഞു. അപ്പയും സഹാബത്ത് ചോദിച്ചു, അവയെ കൂടുതലായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. നബി തങ്ങൾ പറഞ്ഞു, അവസാനത്തെ കാലം വരുമ്പോ ഇതിനേക്കാൾ അപകടകരമായ ഒരു കാലം വരുന്നു. അക്കാലത്ത് തെറ്റുകളൊക്കെ ശരിയായി തോന്നും, ശരികളൊക്കെ തെറ്റായി തോന്നും. ഇപ്പൊ നമുക്ക് തന്നെ തോന്നാണ്, ഇവിടെയുള്ള ഉസ്താദുമാർക്കും തങ്ങന്മാർക്കും ആനുകൂല്യങ്ങൾക്കും ഒക്കെ തോന്നാണ്. ചില കല്യാണങ്ങളെ കുറിച്ചൊക്കെ മുമ്പ് പ്രസംഗിച്ചിരുന്നവർ തന്നെ നമ്മൾ തന്നെ അതൊക്കെ ശരിയാണ് എന്ന് ധരിച്ചു വെച്ചു. ഇതെല്ലാം പറഞ്ഞിരുന്നവരും ഇതെല്ലാം അങ്ങനെ പറയേണ്ടവരും തെറ്റുകളൊക്കെ ശരിയായി സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു കാലം വരും എന്ന് പുണ്യനബി അവസാനത്തെ ഒരു കാലത്ത്. ഏത് ആഘോഷങ്ങൾക്ക് മുമ്പും നമ്മൾ സ്വയം ആലോചിക്കേണ്ട ചില ആലോചനകളാണ്. അവസാന കാലം എണ്ണിയപ്പോ നബി തങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ ഒരു കാര്യം, പട്ടുവസ്ത്രങ്ങൾ ധരിക്കുന്ന ഒരു കാലം വരും. പട്ടുവസ്ത്രം ധരിക്കും. പിന്നെയോ തരുണീമണികളായ പെൺകുട്ടികൾ, കാണാൻ നല്ല ഭംഗിയുള്ള പെൺകുട്ടികളുടെ മുസ്ലിമീങ്ങളുടെ എല്ലാ ചടങ്ങുകളുടെയും മുമ്പിൽ നിർത്തുന്ന കാലം വരും. ഏത് പരിപാടി ഇപ്പൊ നമ്മളെ ഷോപ്പിലേക്ക് ഒരു ഇന്റർവ്യൂ നടത്താം. അപ്പൊ എങ്ങനെ നടത്താം? ഏറ്റവും കാണാൻ ഭംഗിയുള്ള ഒരു പെണ്ണും കാണാൻ ഭംഗിയില്ലാത്തൊരു പെണ്ണും വന്നാൽ ഭംഗിയുള്ളവരെ നിർത്തുകയാണ്. റാമ്പ് വിറ്റ് നമ്മൾ പൈസ ഉണ്ടാക്കുക. അങ്ങനെ പെൺകുട്ടികളെ എല്ലാ മേഖലയിലും കാണത്തക്ക വിധം അവരുടെ മേലെ ഒട്ടുന്ന ഒരു കാലം വരും. അവസാനം നബിതങ്ങൾ ആണ് ആണിനെ വിവാഹം കഴിക്കുകയും പെണ്ണ് പെണ്ണിനെ വിവാഹം കഴിക്കുകയും ചെയ്യുന്ന കാലം വരും സഹബ. ഇതെവിടെ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്കതൊരു വിഷയമല്ല. ലെസ്ബിയൻ മാരേജുകളെ കുറിച്ച് ഈ സമുദായത്തിലാണ്. ലെസ്ബിയൻ കപ്പിൾസിന്റെ ആദ്യ നിര പരിശോധിച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ സമുദായത്തിലെ ഏറ്റവും വലിയ ഒരു എന്താ പറയുന്നത്, ഉമ്മ ഉപ്പ ഒരു ഓർത്തഡോക്സ് ആയിരുന്നു. ഓർത്തഡോക്സ്
അവരൊരു പഴഞ്ചനും പാശ്ചാത്യനുമായി മുദ്ര കുത്തുന്നവരുടെ കാലം. വലിയ ഭ്രാന്തന്മാരും മണ്ടന്മാരും ബുദ്ധിമാന്മാരെ വിലയിരുത്തുന്ന കാലം. ആ ചിന്തകൾ കൂടിയാണ് ഈ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരു വിശ്വാസിക്കുണ്ടാവണം. അങ്ങനെ പരിഹസിക്കുകയും അങ്ങനെ അവരെ ക്ഷമിക്കാൻ ആളുകളില്ലാതെയും പോകുന്ന ഒരു വല്ലാത്ത കാലം. ആണാടിനെയും പെണ്ണിനെയും മതിയാക്കുന്ന ഒരു കാലം എന്നാൽ എത്ര ജെൻഡറാ നോക്കൂ നിങ്ങൾ, എത്ര ജെൻഡർ. അത് പറയുന്നവരെ കുറിച്ച് അവരെ ഏറ്റവും വലിയ മണ്ടന്മാരായി പോകുന്ന വല്ലാത്ത ഒരു ദൗർഭാഗ്യകരമായ ഒരു കാലം. പക്ഷെ അത് പറയാതിരിക്കൽ പോലും തെറ്റാണ്. പറയാതിരിക്കലും തെറ്റാണ് എന്നതുകൊണ്ട് പറയാതെ വയ്യ. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സൂഫിയുടെ കഥ. എല്ലാവരും അങ്ങനെ ആ കുളത്തിൽ നിന്ന് വെള്ളം കുടിച്ച് എല്ലാവരും മണ്ടന്മാരായി. അതിൽ നിന്ന് വെള്ളം കുടിക്കല്ലേ എന്ന് സൂഫി അവസാനം വരെ പറഞ്ഞു. കുടിക്കല്ലേ, ഭ്രാന്തായി പോകും, ആ വെള്ളം കുടിക്കല്ലേ, അതിലെന്തോ കലർത്തിയിട്ടുണ്ട് എന്ന് സൂഫി അവസാനം വരെ പറഞ്ഞു. ആരും കേൾക്കാതെ കുടിച്ചു, എല്ലാരും കുടിച്ച് എല്ലാരും ഭ്രാന്തന്മാരെ. അപ്പൊ പിന്നെ ആളുകൾ മുഴുവൻ ചർച്ച ചെയ്യാൻ തുടങ്ങി, സൂഫിക്ക് എന്താ പറ്റിയത്, അയാൾക്ക് എന്തോ ഭ്രാന്തായോ. ബുദ്ധിമാന്മാരെ മണ്ടന്മാർ വിലയിരുത്തുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അങ്ങനെ വിലയിരുത്തുകയും അതിനെ കുറിച്ച് അവർ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലം. മുഅ്മിനീങ്ങളെ പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത ഞാൻ അവസാനിപ്പിക്കും. നമ്മളിൽ വളരേണ്ട ചിന്ത ഏതാണ്? നമ്മളിൽ വളരേണ്ട ചിന്ത ഇങ്ങനെയൊക്കെയും ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് മരിച്ചുപോയി. ഞാൻ ഓതി വെച്ച ആയത്തതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ദുനിയാവിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് ഇവിടെ ലഭിച്ചതിൽ നിന്ന് അല്പം വളരെ കുറച്ചാണ് എന്ന് പറഞ്ഞു പരിശുദ്ധ ഖുർആൻ. ഞാൻ ഓതി വെച്ച ആയത്തതാണ്. സ്വഹാബത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരും. അപ്പോ എല്ലാ കൊടിയ വേദനകളുടെ മുമ്പിലും ഞാൻ ഒന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, സാംസ്കാരികപരമായി ഭൗതികപരമായി ഒരു ജനതയെ കീഴ്പ്പെടുത്തുക എന്നതിനേക്കാൾ വലിയ അപകടമല്ല ആയുധങ്ങൾ കൊണ്ടുള്ള കീഴ്പ്പെടുത്തൽ എന്ന് നിങ്ങൾ ഓർക്കണം. സംസ്കാരം, നമ്മുടെ സംസ്കാരം പണയം വെച്ചു. ഭൗതികത്തിന് നമ്മൾ കീഴ്പ്പെട്ടുപോയി. അങ്ങനെ നമ്മളെ കീഴ്പ്പെടുത്തുന്നതിനേക്കാൾ അപകടമല്ല ആയുധം കൊണ്ടുള്ള കീഴ്പ്പെടുത്തൽ. ആയുധം കൊണ്ട് കീഴ്പ്പെടുമ്പോഴും മുസ്ലിം വിജയിക്കും. എപ്പോ ഹറാമുൽ തങ്ങളുടെ പിറകിൽ നിന്ന് മുന്നിലേക്ക് കുത്തിയിട്ട് അമ്പിന്റെ മുന ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോഴും വിളിച്ചു പറഞ്ഞു, ഫുസ്തു റബ്ബിൽ കഅബ, ഞാൻ ജയിച്ചു, റബ്ബിൽ കഅബയുടെ റബ്ബിനെ തന്നെ സത്യം, ഞാൻ ജയിച്ചു എന്ന് വിളിച്ചു പറഞ്ഞ സഹാബത്ത് ആയുധങ്ങളുടെ മുമ്പിൽ വിജയിച്ചിട്ടുണ്ട്. നമ്മൾ ആയുധങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും സാംസ്കാരികപരമായി നമ്മൾ അധപ്പതിച്ചു. സാംസ്കാരികപരമായി നമ്മൾ അധപ്പതിച്ചു. എല്ലാം ഈ ഓട്ടത്തിന്റെ പിന്നാലെ നമ്മൾ പോയി. ഈ ഓട്ടത്തിന് വേണ്ടി എല്ലാം പണയം വെച്ചു. ചില ആളുകളുടെ മരണത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ, എത്ര അരുവികൾ, കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ, എത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ ഒഴിവാക്കി പോയത്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന അവരുടെ ഉദ്യാനവനങ്ങൾ, അവരുടെ രമ്യഹർമ്മ്യങ്ങളായ മണിമേടകളെ അവർ വിട്ടുപോയി. അവരുടെ കൃഷിയിടങ്ങളെ അവർ ഒഴിവാക്കിപ്പോയി. എല്ലാം അവർ ഒഴിവാക്കിപ്പോയി. ശേഷം വരുന്ന ഒരു വിഭാഗം അതിന് അനന്തരം എടുത്തു കഴിഞ്ഞു. നമ്മൾ എടുത്ത് പിടിച്ചു വെച്ചു, ആസ്വദിക്കാനില്ല, ഉണ്ടായില്ല. അതിന് മുമ്പേ അത് പലരും അനന്തരം എടുത്തു കഴിഞ്ഞു. മരിച്ച ഒരു നേരം മതി. മരിക്കുന്ന സമയം നോക്കൂ നിങ്ങൾ. നമ്മൾ ആ മരിക്കുന്ന അവസാന സമയവും ഒരു മനുഷ്യൻ ചോദിക്കാനുള്ളത്, എനിക്ക് കുറച്ച് സമയം തരുമോ, കുറഞ്ഞ നേരം തരും, കുറഞ്ഞ നേരം ഞാൻ എന്ത് ചെയ്തോളാം, ഞാനൊന്ന് സ്വതക്ക ചെയ്യട്ടെ, ഞാനൊന്ന് സ്വാലിഹീങ്ങളിൽ പെടട്ടെ. അവസാനവും ഒരാൾ പറയുന്നത് അയാളുടെ സമയത്തിന് വേണ്ടിയിട്ടാണ്. ആർക്കും വേണ്ടി കാത്തിരിക്കാതെ പോകുന്ന ഈ കാലത്തെ കുറിച്ചാണ് അവന്റെ അവസാനത്തെ വേവലാതി. ഇതെല്ലാം ഒഴിവാക്കി അവൻ പോകും. എന്നിട്ട് ഖുർആൻ അവിടെ പറഞ്ഞു വെക്കുന്ന അവസാനത്തെ ആയത്ത്, ഫമാ ബക്കത അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻളരീൻ, അവർക്ക് വേണ്ടി ആകാശഭൂമികൾ കരഞ്ഞില്ല. അവർ മരിച്ചു പോകുമ്പോ ആകാശഭൂമികൾ അവർക്ക് വേണ്ടി കരഞ്ഞില്ലെന്ന് മാത്രമല്ല, വമാ കാനൂ മുൻളരീൻ, അങ്ങനെ കരയുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടില്ല. അവർക്ക് യാതൊരു പ്രതീക്ഷയില്ല അവർക്ക് വേണ്ടി കരയാൻ ആരെങ്കിലും ഉണ്ടാവുമോ. ആകാശവും ഭൂമിയും കരയുമോ എന്ന് നബി നമ്മളോട് അപ്പൊ ചോദിച്ചു, നബിയെ ആരെങ്കിലും മരിച്ചാൽ ആകാശവും ഭൂമിയും കരയോ? അപ്പൊ പറഞ്ഞു, സ്വാലിഹീങ്ങൾ. അവർ അങ്ങനെ മരിക്കുമ്പോ ആകാശം അതിന്റെ മഴമേഘങ്ങൾക്കിടയിൽ നിന്ന് നീർച്ചാലുകൾ പോലെ കുഞ്ഞു തുള്ളികൾ കൊണ്ട് മഴവെള്ളങ്ങൾ ഉറ്റി വീണ് കരയും. ഭൂമിയിൽ നിന്ന് ഉറവ് വരും. അങ്ങനെ
അങ്ങനെ കരയുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒന്ന് ആഗ്രഹിക്കാൻ പറ്റുന്ന ജീവിതം ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ഓതി വെച്ച ആയത്തതാണ്. സ്വഹാബത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ്. എല്ലാ പീഡനങ്ങളുടെയും അവസാനമാണ് വരുന്നത്. മദീനയിലെത്തിയപ്പോ സന്തോഷം കൊണ്ട് അവരങ്ങനെ ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ചു. അങ്ങനെ കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് സ്വഹാബത്ത് അങ്ങനെ ചിരിച്ചു. അപ്പോഴാണ് ഖുർആൻ വരുന്നത്. അലം യഅനിൽ ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഇനിയും സമയമായില്ലേ സ്വഹാബ? കഴിഞ്ഞ ഒരു വർഷം പിറകിലേക്ക് നമ്മളിങ്ങനെ ഒരു അപകട മരണം, പെട്ടെന്ന് ഒരാൾ മരിക്കുകയാണ്, പെടുന്നതിനെ പോകുന്ന കഥകൾ നമ്മൾ വായിക്കുകയാണ്. നമ്മുടെ മുമ്പിലുണ്ടായിരുന്നവർ, ഇന്നലെ കണ്ടവരില്ലാത്ത ഒരു സാഹചര്യം മുമ്പിൽ വരികയാണ്. ഒരു രാത്രി കിടന്നുറങ്ങിയവർ പിറ്റേ പുലർച്ചെ കാണാതെ ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയ കഥകൾ നമ്മൾ വായിക്കുകയാണ്. പക്ഷെ അതൊക്കെ നിലനിൽക്കുന്നത് 1-2 ദിവസത്തേക്ക്, പിന്നെ അത് മറന്നു പോവാണ്. അവിടെയും ഒരു ഖുർആന്റെ ചോദ്യം നിയമിച്ചു നിൽക്കുന്നു. അഫഅമിന അഹ്ലിൽ ഖുറ അയ്യതിയഹും ബഅസുനാ ബയാതൻ വഹും നാഇമൂൻ. ഞാൻ ആ ആയത്ത് ചൂരൽമലയിലെ മുണ്ടക്കയിലെ ആ പ്രളയം നടന്ന് പിറ്റേന്ന് ഇങ്ങനെ തോന്നിപ്പോയി, ഇത് ഇന്നലെ ഇറങ്ങിയ ആയത്താണോ എന്ന് നമുക്ക് തോന്നിപ്പോയി. അഫഅമിന അഹ്ലിൽ ഖുറ, ആ നാട്ടുകാർ വിചാരിച്ചോ? ഖുർആന്റെ ചോദ്യം. അഫഅമിന അഹ്ലിൽ ഖുറ അയ്യതിയഹും ബഅസുനാ, അവർക്ക് യാതൊരു വിഷമവും വരാതെ കിടന്നുറങ്ങാമെന്ന് അവർ വിചാരിച്ചോ? വഹും നാഇമൂൻ, അവരുറങ്ങാൻ പിറ്റേന്ന് പ്രഭാതത്തിൽ അവർ നിർഭയത്വത്തോടുകൂടെ ഉണരുമെന്ന് വിചാരിച്ചാണോ അവർ ഉറങ്ങിക്കളയുന്നത് എന്നാണ് ഖുർആന്റെ ചോദ്യം. ചില നാടുകളെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു ഖുർആൻ, നമ്മൾ അതങ്ങനെ പറഞ്ഞു, നമ്മൾ പിറ്റേന്ന് കിടന്നുറങ്ങുക. നമ്മൾ ഇതങ്ങനെ പറഞ്ഞു സുബഹിയുടെ സമയത്ത് നമ്മൾ ഉറങ്ങുക. ഈ വേദനകളും നമ്മുടെ മുമ്പിലുള്ളവർ മരിച്ചതും നമ്മളിങ്ങനെ മുട്ടിച്ചു നോക്കി. ഉപ്പയുടെ വയസ്സിലേക്ക് എനിക്ക് എത്ര വയസ്സുണ്ടായി, എന്റെ മുമ്പേ പോയ എന്റെ സുഹൃത്തുക്കളെ കുറിച്ചൊന്ന് ഓരോ ആലോചിക്കും. ഇനി എത്ര ബാക്കിയുണ്ടെന്നറിയില്ലെന്ന് ചിന്തിക്കും. ആ ചിന്തയിലേക്കാണ് ഈ മാസം നമ്മളെ ഈ വർഷം പുതിയൊരു വർഷം നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെയാണ് ഖുർആൻ മദീനയിലേക്ക് വന്ന സ്വഹാബത്ത് അവരങ്ങനെ ചിരിച്ചപ്പോ അവരെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇനിയും സമയമായില്ലേ? നിങ്ങൾക്ക് അലം യഅനിൽ ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് ഒന്ന് ഹൃദയം ഖുശൂഅോടെ വരാൻ സമയമായില്ലേ? മുൻഗാമികളെ പോലെ നശിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കണം. അവരുടെ പ്രശ്നം എന്താണ്? ഫത്വാല അലൈഹിമുൽ അമൽ, അവർക്ക് കാലം കുറയായി, സമയം കിട്ടി, എന്നിട്ടോ ഫഖസത് ഖുലൂബുഹും, അവരങ്ങനെ അങ്ങ് ജീവിച്ചു ഒന്നും ഉൾക്കൊണ്ടില്ല. അവരുടെ ഹൃദയം ഖസത്, കല്ല് പോലെ ഉറച്ചുപോയി. ഉപദേശങ്ങളൊന്നും കേൾക്കാത്ത കല്ലാബൽ വാന അലാ ഖുലൂബിഹിം എന്ന് ഖുർആൻ പറഞ്ഞ പോലെ ടാറ് പോലെ ഉറച്ചുപോയി അവരുടെ ഹൃദയം. മുഅ്മിനീങ്ങളെ ഈ ചിന്തകളിലേക്ക്, ഈ വിചാരങ്ങളിലേക്ക് ഈ ദിവസങ്ങൾ നമ്മളെ കൊണ്ടുപോകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുറത്ത് എന്തോ നികുതിയുടെ പിരിവെന്തോ